സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുകയാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അജീഷ് ജയകുമാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, എന്തൊക്കെയാണ് പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ? ഉന്മേഷ്, കേരള തീരത്ത് നിലനിന്നിരുന്ന ചക്രവാത ചുഴി ദുർബലമായതോടെയാണ് സംസ്ഥാനത്തെ മഴയുടെ തീവ്രത കുറഞ്ഞത്. വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് എന്നാൽ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് ഇന്ന് മഴയ്ക്ക് സാധ്യതയുള്ളത്. ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 4 ജില്ലകളിലാണ് നാളെ മുന്നറിയിപ്പുള്ളത്. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണമെന്നും മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകരുതെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് പലയിടങ്ങളിലും അത്ര തീവ്രതയുള്ള മഴ പെയ്തിരുന്നില്ല. എന്നാലും പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴക്കെടുതികളുടെ ബാക്കി ഇപ്പോഴും തുടരുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. തീരദേശ മേഖലകളിൽ ഈ ശക്തമായ തിരമാലയിൽ തകർന്ന വീടുകളിൽ ഇപ്പോഴും തകർന്ന നിലയിൽ തന്നെയാണ്. അവരൊക്കെ ബന്ധുവീടുകളിലും ഒക്കെയാണ് താമസിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയുടെ തീവ്രത വരും ദിവസങ്ങളിൽ കുറയുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിപ്പ് നൽകുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്.